ഇന്ന് രാവിലെ തന്നെ എനിക്ക് പണി കിട്ടിയ ഒരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ പണി കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അടുക്കള തന്നെ നമുക്ക് പണി തന്നോളും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാം നമുക്ക് പണിയായി മാറിക്കോളും. ചില ദിവസം അങ്ങനെയല്ലേ, നമ്മൾ ചെയ്യുന്ന പണിയെല്ലാം നമുക്ക് തിരിച്ച് ഓപ്പോസിറ്റ് തന്നെ പണിയായി കിട്ടിക്കോളും. അപ്പോൾ അതാ ഞാൻ ഇന്ന് രാവിലെ എണീച്ച് കടലക്കറിയും അതുപോലെ പുട്ടും ആട്ടോ ഉണ്ടാക്കിയത്. മോൻ കിടന്നുറങ്ങുമായിരുന്നേ. മോൻ രാത്രി വൈകിട്ട് കിടക്കുന്നതുകൊണ്ട് പകലും വൈകിട്ടാട്ടോ എണീക്കുക. അപ്പോൾ സ്കൂളിൽ അവനെ ചേർക്കാത്ത കാരണം അവനിപ്പോൾ നല്ലപോലെ കിടന്ന ഒരു രാവിലെ 8-9 മണി വരെയൊക്കെ കിടന്നുറങ്ങുകയും അവനെ ഉറങ്ങി എണീച്ചാലും എനിക്ക് പണി തന്നെ അല്ലേ വിചാരിച്ചിട്ട് ഞാൻ അവനെ പതുക്കെ ആയിരിക്കും കേട്ടോ എണീപ്പിക്കുക. ഭക്ഷണമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടായിരിക്കും എണീപ്പിക്കുക. കാരണം അവനെ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കൂടെ നിൽക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുട്ടും കൂടെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ചോറിനും കൂടെ അരി കഴുകിയിട്ടു കേട്ടോ. പെട്ടെന്ന് ആ ഒരു പണിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവനെ പോയി വിളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ ഞാൻ പെട്ടെന്ന് ചോറിനും കൂടെ അരിയിട്ട് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും എൻ്റെ പുട്ടൊക്കെ താഴെ വീണ് കിടക്കുമായിരുന്നു. ആ ഒരു ചൂട് കാരണം അതിൻ്റെ ആ ഒരു മർദ്ദം കൂടിയിട്ടാണോ എന്നറിയില്ല. പക്ഷെ അതൊക്കെ പുട്ടൊക്കെ പുറത്ത് ചിന്നി ചെതറി കിടക്കുമായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. ഒന്നാമതായിട്ട് ഇന്ന് പുറത്ത് പോകുമ്പം ഓഫീസിൽ പോകുമ്പോഴേ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഡീ നമുക്കൊന്ന് അവൻ്റെ സ്കൂളിൽ അഡ്മിഷന് നോക്കാൻ പോകാനേ. ദിവസത്തിൻ്റെ തുടക്കമേ ശരിയായില്ല എന്ന് ഓർത്തിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇനിയിപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവരെന്ത് പറയുമെന്നുള്ള ടെൻഷനായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നടക്കാനൊക്കെ പോയപ്പോൾ ഈ ഒരു പൂ കണ്ടേ അപ്പോൾ എനിക്ക് ഊരി കളിക്കാൻ തോന്നി. എനിക്കിത് കാണുമ്പോൾ ഊതാൻ തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയാണോ? അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ അടുത്ത വീട്ടിൽ നോക്കിയപ്പോൾ ഇതുപോലെ കുറേ തക്കാളിയൊക്കെ പഴുത്ത് കിടക്കുന്നേ. അവരാണെങ്കിൽ ലീവിന് പോയിരിക്കുമായിരുന്നു കേട്ടോ. കുറേ പേരൊക്കെ ലീവിനും പോയി, കുറേ പേർക്ക് പോസ്റ്റിംഗ് ഒക്കെ പോകാനൊക്കെ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ സാധനമൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കാണുമ്പോൾ നമുക്ക് ഉള്ളിലൊരു നീറിലാട്ടോ, അടുത്ത വർഷം നമുക്കും ഇതുപോലെയൊക്കെ പോകാനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുളിച്ച് റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഏട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മോൻ്റെ അഡ്മിഷനൊക്കെ ശരിയാക്കിയതിന് ശേഷം നേരെ പുറത്തോട്ട് വന്നൊരു ഏട്ടനൊരു ജ്യൂസും അതുപോലെ ഞാനൊരു ഐസ്ക്രീമും കഴിച്ച് പിന്നെ മോന് ടോയ്സൊക്കെ മേടിച്ചിട്ട് പിന്നെ നേരെ വീട്ടിൽ പോയി.